Hello everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽസിന്റെ പ്രോബ്ലംസ് തന്നെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഏത് ഫോർമാറ്റ് ആയിരുന്നു? ഐദർ ഇറ്റ് ഈസ് ഫ്രം a to infinity or minus infinity to b or minus infinity to infinity എന്ന് പറഞ്ഞാൽ ഇന്റർവൽ ഓഫ് ഇന്റഗ്രേഷൻ വാസ് ഇൻഫിനിറ്റ്. അങ്ങനെ വരുന്ന ഇന്റഗ്രൽസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് അനദർ ടൈപ്പ് ഓഫ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് എന്താണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ നോക്കാം. കൺസിഡർ ഇന്റഗ്രൽ -1 to 0 1/x² dx. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ യൂഷ്വലി വരുമ്പോൾ നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമ്മൾ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുമായിരുന്നു ഇത്രയും കാലം. കാരണം നമ്മളിൽ ഇതുവരെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്നൊരു കൺസെപ്റ്റ് ഇതുവരെ പഠിച്ചിട്ടില്ല. ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. വൈ ദിസ് ഈസ് എ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സി, ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് 1/x². ഇന്നലെ നമ്മൾ 1/x² കൺസിഡർ ചെയ്തായിരുന്നു. ഏതാ നമ്മൾ കൺസിഡർ ചെയ്തത്? ഇന്റഗ്രൽ 1 to infinity 1/x² dx ആണ് ഇന്നലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. അത് ഈ ഏരിയ ആയിരുന്നു അല്ലെ? അത് എത്രന്ന് കിട്ടിയായിരുന്നു? നമുക്ക് 1 എന്ന് കിട്ടിയായിരുന്നു. ഇതിവിടെ കൺസിഡർ ചെയ്ത് എന്താണ്? -1 to 0 ആണ്. ദിസ് ഈസ് അവർ ഏരിയ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഗ്രാഫ് നോക്കിയപ്പോൾ മനസ്സിലാവും ദിസ് ഇസ് നോട്ട് എ കണ്ടിന്യൂസ് ഗ്രാഫ്. റൈറ്റ്. ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ഗ്രാഫ് ആണ്. എവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്? 0 എന്നുള്ള പോയിന്റിൽ ഈ ഗ്രാഫ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം 1/x² എക്സിസ്റ്റ് ചെയ്യാത്തത് ഏതാണ്? 0യിലാണ്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. റൈറ്റ്. അപ്പോ ദിസ് x is equal to 0 ഈസ് എ പോയിന്റ് ഓഫ് എന്ത് ഡിസ്കണ്ടിന്യൂറ്റി? ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലത്തിലെ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉണ്ട്. ഏതാണ്? x is equal to 0. അത് നമ്മുടെ ഇന്റഗ്രലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സോ ദാറ്റ് വിൽ ബി എ ഇംപ്രോപ്പർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ ഇംപ്രോപ്പർ ഇന്റഗ്രൽ വരുന്നത് എന്താ? ഫൈനൈറ്റ് ഇന്റർവെല് വരുമ്പോൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഉണ്ടോ ആണോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മുടെ ഇന്റർവൽ ഓഫ് ഇന്റഗ്രേഷനിൽ ഉണ്ടെങ്കിൽ that integral will be a improper integral. അപ്പോ നമുക്ക് കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻ, നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോബ്ലം ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. This is an improper integral. Why? Here the point x is equal to 0 is എന്താണ്? Point of infinite discontinuity. അപ്പോ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇങ്ങനത്തെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇന്റഗ്രൽ പ്രോബ്ലത്തിനെ നമ്മൾ ഒരു ലിമിറ്റ് പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. റൈറ്റ്. അപ്പോ ലിമിറ്റ് പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻഫിനിറ്റിക്ക് പകരം നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുത്തു, അല്ലെങ്കിൽ വേരിയബിൾ കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻഫിനിറ്റിക്ക് പകരം അതിന്റെ ഇടയ്ക്ക് വരുന്ന, നമ്മുടെ ഇന്റഗ്രേഷന്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ, ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റിനെ നമ്മൾ ടി ആയിട്ട് എടുക്കുകയും ആ ടി എങ്ങോട്ട് ടെൻഡ് ചെയ്യിപ്പിക്കണം? 0യിലോട്ട് ടെൻഡ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടി 0യിലോട്ട് ടെൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. റൈറ്റ്. then comes the left hand limit. അപ്പൊ നമ്മുടെ പ്രോബ്ലം നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം നോക്കിക്കേ. ഇന്റഗ്രൽ 1 to 0 1/x² dx നെ നമ്മൾ ലിമിറ്റ് പ്രോബ്ലമായിട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് എന്താണ്? t tends to എന്താണ്? ഇങ്ങോട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. 0 മൈനസ് ഇന്റഗ്രൽ നമുക്ക് ഏതാണോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആ സ്ഥാനത്ത് വേണം ടി പ്ലഗ് ഇൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾ പ്ലഗ് ഇൻ ചെയ്യാൻ. -1 to t, സിൻസ് 0 ആണ് അവിടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വന്നത്. വാട്ട് ഈസ് ഇറ്റ്? 1/x² dx. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എന്തായി? ഇപ്പൊ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി അല്ലാത്തൊരു അറിയാന്നുള്ളൊരു ഡെഫിനറ്റ് ഇന്റഗ്രൽ പ്രോബ്ലമായി മാറിയത്. ലിമിറ്റ് t tends to 0 minus എന്താണ്? ഇന്റഗ്രേറ്റിംഗ് യു വിൽ ഗെറ്റ് -1/x²
x ആണ് integral from where to where, from -1 to t, which is equal to limit t tends to 0 minus is already there, upper limit is 1 by t, minus 1 is plus 1, from where to where, from right, then applying the limit as from t tends to 0 minus, we get this as infinity. Okay, അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? നമുക്ക് ഈ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു സാധാരണ ഇന്റഗ്രൽ ഫൈനൈറ്റ് വാല്യൂ ഉള്ള ഇന്റഗ്രൽ ആണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും സി ദിസ് ഇന്റഗ്രൽ എന്താണ് ഡൈവേർജസ്. ഓക്കെ, evaluate integral 1 to 2 dx divided by 1 minus x. See, this integral എന്താണ്, നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇന്റർവെൽ കണ്ടിട്ട് അതൊരു ഫൈനൈറ്റ് ഇന്റർവെൽ ആണ്. സോ ഇംപ്രോപ്പർ ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. സി, നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഫംഗ്ഷൻ 1 by 1 minus x എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റൈറ്റ്, എക്സ് ഇസ് ഈക്വൽ ടു 1. Therefore, x is equal to 1 is a point of, what is it, infinite discontinuity. So, since it is a point of discontinuity and it is in this integral include ചെയ്ത കാരണം, what happens, that integral here, integral I is a എന്താണ്, improper integral. Okay, I എങ്ങനത്തെ integral ആണ്, improper integral ആണ്. Right? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ലിമിറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. റൈറ്റ്, അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1 to 2 ആണ്. സോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പോയിന്റിന്റെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടി എങ്ങോട്ട് പോകണം, നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിലോട്ട് പോകണം. സോ ടി ടെൻസ് ടു 1 ഫ്രം വേർ, ഫ്രം റൈറ്റ്. സോ ഏത് ലിമിറ്റായി മാറി, റൈറ്റ് ഹാൻഡ് ലിമിറ്റായി മാറി. സോ our problem, integral 1 to 2 dx by 1 minus x can be written as limit എന്താണ്, t tends to 1 plus, right hand limit അല്ലേ, then t എവിടെയാണ് പ്ലഗ് ഇൻ ചെയ്യേണ്ടത്, എവിടെയാണോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അവിടെയാണ് പ്ലഗ് ഇൻ ചെയ്യേണ്ടത്. അപ്പൊ എന്താ, 1ന്റെ സ്ഥാനത്ത് എന്ത് വരും, t to 2, what is it, dx by 1 minus x. Is it right? So we know that this is a limit t tends to 1 plus, right hand limit ആണ്, integrating dx by 1 minus x, it is, what is it, minus log, direct derivative ഒരു നെഗറ്റീവിന്റെ കുറവുണ്ടായിരുന്നത്, minus log 1 minus x, right, from where to where, from t to 2. Hello, which is equal to limit t tends to 1 plus minus, we can take outside. If we take outside, applying the upper limit, we will get log modulus of 1 minus 2 is minus 1, mod minus 1 plus, what is it, minus, what is it, log 1 minus t, lower limit to apply, right, which is equal to limit t tends to 1 plus, negative is there, what is log of mod 1, that is log 1, right, log 1 എന്താണ്, 0 ആണ്. So e minus കൂടെ ആകുമ്പോൾ plus ആയി, this is log 1 minus t. നമുക്ക് എപ്പോഴും ഓക്കെ, നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത് ആണല്ലോ. അപ്പൊ ഇത് റൈറ്റ് ലിമിറ്റിലോട്ട് t ടെൻസ് ടു 1 പോകുമ്പോൾ ആ ലോഗ് എങ്ങോട്ട്, ലോഗ് ഫംഗ്ഷൻ എങ്ങോട്ട് പോകും, 0 ടെൻഡ് ചെയ്യും. 0 ടെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോഗ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചോളം നോക്കിക്കേ, ആസ് നമ്മുടെ ലോഗ് ഫംഗ്ഷൻ 0 ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് പോവാണ്, ഇറ്റ് ടെൻസ് ടു നെഗറ്റീവ് ടേമിലോട്ട് പോവാണ്, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ യുവർ ആൻസർ ഈസ്, വാട്ട് ഈസ് ഇറ്റ്, മൈനസ് ഇൻഫിനിറ്റി. Okay, therefore we have got this integral is, what is it, divergent. Consider integral 1 to 4 dx divided by x minus 2 the whole raised to 2 by 3. See, here the point of discontinuity is, what is it, x is equal to 2, right? ഇവിടെ x is equal to 2 എന്നുള്ള നമ്മുടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഏതാണ്, 1 ഉം 4 ഉമാണ്. ആ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷന്റെ അകത്താണ് നമ്മുടെ എന്താണ്, ഇന്റർവൽ ഓഫ് ഇന്റഗ്രേഷന്റെ അകത്താണ് നമ്മുടെ ഏത് കിടക്കുന്നത്,
പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കിടക്കുന്നത്. സോ ദിസ് ഇസ് എ എന്ത് ഇന്റഗ്രൽ ആണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ. നമുക്ക് ചാടിക്കേറി അല്ലാതെ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ നമുക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. ലിമിറ്റ് എന്താണ്? ലിമിറ്റ് ഓഫ് ഇന്റർവൽ ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്? ഫൈനൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നമുക്ക് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ബട്ട് ദിസ് ഈസ് നോട്ട് കറക്റ്റ് സിൻസ് ഇവിടെ എന്താണ്? ദിസ് ഇന്റഗ്രൽ ഈസ് ആൻ എന്താണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽ. സോ ദിസ് ഈസ് I, we can put as I is an improper integral since x is equal to 2 എന്താണ്? when at x is equal to 2 നമ്മുടെ ഇന്റഗ്രാൻഡ് എങ്ങോട്ട് പോകുന്നു? ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു അല്ലേ? that is x is equal to 2 is a point of infinite discontinuity, right? ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പം ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഇത് നമ്മൾ നേരത്തെ രണ്ട് പ്രോബ്ലം ചെയ്തതുപോലെ നമ്മുടെ ഇന്റർവെൽസിന്റെ എൻ പോയിന്റ്സ് അല്ല ഏതെന്ന് പറയുന്നത്, നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. സോ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്തതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ് നമ്മൾ ചെയ്തത്? ആ ഇന്റർവെലിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 1 to 4 ആണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് 2 എന്ന് പറയുന്നത്. സോ വി ക്യാൻ സ്പ്ലിറ്റ് ദ ഇന്റഗ്രൽ 1 to 4 dx divided by x minus 2 the whole raised to 2 by 3 is equal to, what is it? Integral 1 to 2 dx divided by x minus 2 the whole raised to 2 by 3 plus, what is it? 2 to 4 dx divided by x minus 2 the whole raised to 2 by 3. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഇൻസൈഡ് ദ ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ, അല്ലാതെ എൻ പോയിന്റ്സ് അല്ല. അപ്പൊ ആ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടായിട്ട് എന്ത് ചെയ്യണം? ഈ നമ്മുടെ ഇന്റഗ്രേഷൻ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, നമുക്ക് അറിയാന്നുള്ള മെത്തേഡിലോട്ട് വന്നു. ഈ 2 എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാ വന്നത്? ലിമിറ്റ് ഓഫ് എൻ പോയിന്റ് ആയിട്ട് വന്നു. ഫസ്റ്റ് ഇന്റർവെലും സെക്കൻഡ് ഇന്റർവെലും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് I1 plus I2. Okay, we will evaluate the first integral. I1 is equal to integral 1 to 2 dx divided by x minus 2 the whole raised to 2 by 3. So we have to convert into limit problem. 1 to 2 ആണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ടീനെ എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്തെങ്കിൽ ടി എങ്ങോട്ട് ടെൻഡ് ചെയ്യണം? നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിലോട്ട് ടെൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ടി ടെൻസ് ടു 2 ഫ്രം എന്താണ്? ലെഫ്റ്റ് ആണ്. സോ അവിടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്തായി മാറി? ലിമിറ്റ് t tends to left hand limit ആണ്, റൈറ്റ്? ഇന്റഗ്രൽ 1 to ഏതാണോ നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അവിടെ വേണം നമ്മൾ t പ്ലഗ് ഇൻ ചെയ്യാൻ. 1 to 2 dx divided by x minus 2 the whole raised to 2 by 3. Is it right? Which is equal to, what is it? Limit t tends to 2 minus, what is it? We can integrate this as 1 to t x minus 2 the whole raised to minus 2 by 3 dx. Is it right? Integrating, we will get a limit t tends to 2 minus x minus 2 the whole raised to 1 by 3 divided by 1 by 3 from where to where? 1 to t, which is equal to, what is it? 3 into limit t tends to 2 minus, what is it? X minus 2 the whole raised to 1 by 3 from where to where? 1 to t. By plugging the limit of integration, we will get limit t tends to 2 minus, what is it? T minus 2 the whole raised to 1 by 3, right? Minus of lower limit of 1 minus 2 the whole raised to 1 by 3, right? That is equal to 3 into limit
t tends to 2 minus, this is t minus 2 the whole raised to 1 by 3, which is equal to 3 into, when applying the left hand limit, what will you get? Left hand limit apply, you will get this will become 0 and your answer 3 into minus a minus 1 now, which is equal to, what is it? You have got as 3. First integral 1, 3i. We will move on to second integral. Second integral integral 2 to 4. What is it? Dx divided by x minus 2 the whole raised to 2 by 3. So, ഇവിടെ എന്താ 2 to 4 ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു t നമുക്ക് പ്ലഗ് ഇൻ ചെയ്താൽ t എങ്ങോട്ട് ടെൻഡ് ചെയ്യണം? 2ലോട്ട് ടെൻഡ് ചെയ്യണം. ഫ്രം റൈറ്റ് ആണ്. സോ ഹിയർ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് t tends to from right hand limit ആണ് 2 plus what is it? Integral 2ന്റെ സ്ഥാനത്താണ് എവിടെയാണോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അവിടെ വേണം t പ്ലഗ് ഇൻ ചെയ്യാൻ. t d4 dx divided by x minus 2 the whole raised to 2 by 3, which is equal to limit t tends to 2 plus, what is it? Integrating you will get 3 into, നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, x minus 2 the whole raised to 1 by 3 from where to where? From t to 4, which is equal to, you will get limit t tends to 2 plus, t you can take outside, it is, what is it? 4 minus 2 the whole raised to 1 by 3 minus lower limit is, what is t minus 2 the whole raised to 1 by 3. Right, which is equal to limit t tends to 2 plus right hand limit 4 minus 2 is, what is it? It is 2 raised to 1 by 3, 2 raised to 1 by 3 minus t minus 2 the whole raised to 1 by 3. When applying the right hand limit, we will get this t minus 2 and 10 t minus 2 will tend to 0. Your answer will be 3 into 2 raised to 1 by 3. This is your answer. So final integral is equal to I1 plus I2. I1 എന്താണ് കിട്ടിയത്? നമുക്ക് 3 കിട്ടി. This is 3 plus 3 into 2 raised to 1 by 3. Is it right? This is your answer. 3 common എടുക്കാം. 1 plus cube root of 2. This is your answer. I hope you understand. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. We will move on to another problem. Integral 0 to 2 dx divided by x minus 1 the whole square. See, ഇവിടെ എന്ത് തന്നെയാണ്? 0 to 2 ആയത് കാരണം നമുക്ക് എന്താ തോന്നും? This is a definite integral. Integrate ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. But ഇവിടെ ഈ ഫംഗ്ഷൻ 1 by x minus 1 the whole square ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന പോയിന്റ് ഏതാണ്? That is x is equal to 1. That means x is equal to 1 is a point of, what is it? Infinite discontinuity. Infinite discontinuity. Infinite discontinuity ഉണ്ടെങ്കിൽ എന്താണ് ആ പോയിന്റ് നമ്മുടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 2 എന്താണ് അതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1 is an improper integral, right? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് പ്ലഗ് ഇൻ ചെയ്യണം. ലിമിറ്റ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യണം. ലിമിറ്റ് പ്രോബ്ലം ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? പക്ഷേ ഇവിടെ നമ്മുടേത് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷന്റെ ഇടയ്ക്കാണ് ഏത് കിടക്കുന്നത്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. സോ നമുക്ക് നമ്മുടെ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. 0 to 2 dx divided by x minus 1 the whole square എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് ഇന്റഗ്രൽ 0 to 1 dx divided by x minus 1 the whole square plus, what is it? Integral 1 to 2 dx divided by x minus 1 the whole square. I hope you understand. അപ്പോൾ നമുക്ക് രണ്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ കിട്ടും, I1 plus I2. We will move on to I1. I1 എന്ന് പറഞ്ഞാൽ എന്താണ്? Integral 0 to 1 dx divided by x minus 1 the whole square, right? നമ്മുടെ 0 to 1 ആണ്. നമ്മൾ t പ്ലഗ് ഇൻ ചെയ്യും. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? 1 ആണ്. ആ സ്ഥലത്തോട്ട് ആരെ ടെൻഡ് ചെയ്യണം? t ടെൻഡ് ചെയ്യണം. t എങ്ങോട്ടാ? ലെഫ്റ്റ്. ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇറ്റ് ഈസ് ടെൻഡിങ്, റൈറ്റ്? സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് t ടെൻഡ്സ് ടു എന്താണ്? 1 മൈനസ്, is it right? Integral 0 to എന്താണ്? ഏതാണ്? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി 1 ആണ്. 0 to dx divided by, what is it? x minus 1 the whole square. Is it right? This is equal to, you can integrate this one. This is limit t tends to 1 minus, integrating you will get minus 1 by x minus 1 by x square, the same integral from where to where? 0 to t. Is it right?
limit t tends to 1 minus, we can apply the limit. When applying the limit, you will get negative is already there. 1 by t minus 1 upper limit, right? Minus lower limit apply ആണ് നമ്മൾ 1 by lower limit ഏതാണ് 0. 0 minus 1 is minus 1. That is plus 1. Is it right? Which is equal to limit t tends to 1 minus എന്താണ് minus 1 by t minus 1 plus 1. Right? As t tends to 1 minus ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാൻ പറയാം 1 by t minus 1 എന്തായും പോലും 1 by 0 ടെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് 1 by infinity. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? ഇൻഫിനിറ്റി എന്ന് കിട്ടി. സോ I1 we have got as infinity. നമുക്ക് ഇനി I2 കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം വെച്ചാൽ രണ്ട് ഇന്റഗ്രലിന്റെ സമ്മായിട്ട് എഴുതിയതിൽ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണ് ഇൻഫിനിറ്റി കിട്ടി പ്ലസ് I2 ആണ്. ഓഫ് കോഴ്സ് അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. പ്രൊവൈഡഡ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യത്തില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ വി ഹാവ് ഗോട്ട് ദാറ്റ്. നമ്മുടെ I1 ഇൻഫിനിറ്റി കിട്ടിയോടുകൂടി നമ്മുടെ ഇന്റഗ്രൽ I എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ്. I1 ഓൾറെഡി ഇൻഫിനിറ്റി ആയത് കാരണം I എന്തായി? ഇൻഫിനിറ്റി ആയി. therefore I നമ്മുടെ ഇന്റഗ്രൽ എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. Okay, I hope you understand.